രതീഷേട്ടാ, ഈ ഓപ്പറേഷൻ തൂഫാൻ ഒരു വലിയ തമാശയായിട്ട് തുടരുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത പോലെ തന്നെ വടകരയിലെ അധ്യാപകരെ പിടിച്ചു, MDMA കൈവശം വെച്ചതിന്റെ പേരിൽ, വിൽപ്പന ചെയ്തതിന്റെ പേരിൽ. അതിൽ പക്ഷേ ഇനി പിടിക്കാനുള്ളത് ഒരു വയനാട് സ്വദേശിയായിട്ടുള്ള ഈ കുര്യാക്കോസ്, ഈ അധ്യാപിക, ഇവരൊക്കെ പണം നൽകിയത് ഈ വയനാട് സ്വദേശിക്കാണ്. അയാളെ ഇനിയും പിടിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുരുതര അവസ്ഥ എന്ന് പറയുന്നത് ഇടനിലക്കാരായിട്ടുള്ള പാവങ്ങൾ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, സ്വിഗ്ഗി ഡെലിവറി ബോയ്, ഇതേപോലുള്ള അധ്യാപകരൊക്കെ പിടിക്കപ്പെടുമ്പോൾ പ്രധാനപ്പെട്ടിട്ടുള്ള തല എവിടെയൊക്കെയോ ഇരുന്നിട്ട് ഈ വിഷയം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അയാളെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അയാൾക്ക് നല്ല കൃത്യമായ ബോധ്യമുണ്ട്. ഇത് നമ്മൾ ഏറ്റവും ആദ്യത്തെ വീഡിയോയിൽ തന്നെ ഗൗതത്തിനോട് ഞാൻ പറഞ്ഞതാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഇമേജ് ബിൽഡിംഗ് എക്സസൈസ് ആയിട്ട് ചെയ്യാം എന്നുള്ളതിനും അപ്പുറത്തേക്ക് ഈ കേരളത്തിലോ ഏതെങ്കിലും സംസ്ഥാനത്തോ ഇതിൻ്റെ ഒരു ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അതിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഇത് വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ MDMA അതല്ലെങ്കിൽ മെറ്റാഫെറ്റമിൻ എന്ന് പറയുന്നത് കേരളത്തിൽ വലിയ വ്യാപകമായി ഇത് ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല. പല റിപ്പോർട്ടുകളും ഇപ്പോൾ ഏതാണ്ട് 3 കൊല്ലം മുമ്പ് ഡൽഹിയിൽ നിന്ന് ഗൗതം ബുദ്ധ് നഗർ പോലീസ് സ്റ്റേഷൻ്റെ അതിർത്തിയിൽ തന്നെയുള്ള ഒരു 3 നില ബിൽഡിംഗ് റെയ്ഡ് ചെയ്ത് പിടിക്കുകയും അതിൽ നിന്ന് 7 വിദേശികളെ കണ്ടെത്തുകയും അവിടെ നിന്ന് 200 കോടി മയക്കുമരുന്ന് കണ്ടെത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കേന്ദ്രങ്ങൾ പോലും കേരളത്തിൽ ഉണ്ടാകാം എന്ന് സംശയിക്കുന്ന ലെവലിൽ, അതായത് മെറ്റാഫെറ്റമിൻ്റെ പ്രോസസ്സിംഗ് സെൻറ്ററുകൾ പോലും കേരളത്തിൽ ഉണ്ടാകാമെന്ന് സംശയിക്കാവുന്ന നിരവധി കാരണങ്ങളുണ്ട്. കാരണം നേരത്തെ ഗൗതമൊക്കെ ഓർക്കുന്നുണ്ടാവും, ഒരു കപ്പൽ മയക്കുമരുന്നടക്കം ഇറാനിലേക്ക് പോകുന്ന കപ്പൽ ഇവിടെ വന്ന് അടിയുകയും ഏതാണ്ട് 250 കോടി രൂപയുടെ മയക്കുമരുന്നുകൾ കേരളത്തിലേക്ക് വന്നു എന്ന് പറയുന്ന റിപ്പോർട്ട് ഉണ്ടാവുകയൊക്കെ ചെയ്തു. അപ്പോൾ ഈ റിപ്പോർട്ടൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് എല്ലാവരും മയക്കുമരുന്നിനെതിരാണോ എന്ന് ചോദിച്ചാൽ സമൂഹത്തിൽ കയ്യടി കിട്ടുന്നൊരു കാര്യമാണ്. പക്ഷെ അതുപോലെ എളുപ്പമുള്ള പണിയല്ല മുകളിലേക്കുള്ള ആളുകളെ പിടിക്കുക എന്ന് പറയുന്നത്. കാരണം ഞാൻ നേരത്തെയും നമ്മൾ വീഡിയോ ചോദിച്ച പോലെ ഒരു സിനിമാ സെറ്റിലെ പോലും ഇവരൊരു റെയ്ഡ് നടത്തിയിട്ടില്ല, ഒരു ക്യാരവനകത്ത് പോലും റെയ്ഡ് നടത്തിയിട്ടില്ല. സാന്ദ്രയെ പോലെയുള്ള പല പ്രൊഡ്യൂസേഴ്സും, ചില പ്രൊഡ്യൂസേഴ്സൊക്കെ മയക്കുമരുന്ന് സപ്ലൈ ചെയ്യേണ്ടി വരുന്നുണ്ട് നടന്മാർക്ക് എന്ന് പറഞ്ഞിരുന്നു. സാന്ദ്ര പറഞ്ഞത് ഒരു ക്യാരവൻ്റെ അകത്തേക്ക് കയറി ചെല്ലാൻ നോക്കുമ്പോൾ അകത്ത് മുഴുവൻ പുകയായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ വിടുകയും യഥാർത്ഥത്തിൽ ഇപ്പോൾ 3-4 ടീച്ചേഴ്സിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ ആ ടീച്ചേഴ്സ് സ്ത്രീകൾ കൂടി ആയതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ ആളുകൾക്ക് ഒരു കേൾക്കാൻ രസമുള്ള വാർത്തയായിട്ട് അതപ്പതിക്കും. ഒരു ഗതിയില്ലാത്ത 10-13, സത്യം പറഞ്ഞാൽ അവരൊക്കെ ശമ്പളം കൊടുക്കുന്ന ഗവൺമെന്റിനെ തള്ളേണ്ടതാണ്. കാരണം എന്ന് വെച്ചാൽ ആഴ്ചയിൽ 3 ദിവസം വന്നൊരു ടീച്ചറായിട്ട് ജോലി ചെയ്ത് 12 ദിവസം ജോലി ചെയ്ത് 13,000 രൂപ കിട്ടണമെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അവരെങ്ങനെ ജീവിക്കുമെന്ന് ഇവർ ചിന്തിക്കണ്ടേ? ഒന്ന് അത് പോട്ടെ. ഇനി രണ്ടാമത്തത്, ഇവരൊക്കെ അപ്പുറത്തേക്ക് മുകളിലേക്ക് ഈ കോടി, ഇപ്പോൾ ഒരാളുടെ അക്കൗണ്ടിൽ 49 ലക്ഷം രൂപയും ഒരാളുടെ അക്കൗണ്ടിൽ ഏതാണ്ട് 35 ലക്ഷം രൂപയടക്കം 1 കോടി രൂപ അക്കൗണ്ടുകളിലേക്ക് വന്നിട്ടുണ്ടെന്നാണ് കണക്കൂട്ടുന്നത്. ഈ 1 കോടി രൂപ അക്കൗണ്ടിലേക്ക് വന്നെങ്കിൽ ഇവരെ വെച്ച് മാത്രമായിരിക്കും മുകളിലുള്ള ആൾ ബിസിനസ് നടത്തുന്നത്? അല്ലല്ലോ. ഇങ്ങനെയുള്ള ഒരു 50 ഗ്രൂപ്പുകളെങ്കിലും ഉണ്ടാവില്ലേ? അപ്പോൾ ഒരു 50 കോടി രൂപയുടെ മെറ്റീരിയൽ എടുത്ത് ബാംഗ്ലൂരിൽ നിന്നോ അല്ലെങ്കിൽ ഗോവയിൽ നിന്നോ ഒക്കെ ഇവിടെ കൊണ്ടുവന്ന് വിൽക്കാൻ കഴിയുന്ന വലിയ സാമ്പത്തിക ശക്തി ആരാണ്? അവരെ പിടിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ, ചങ്കുറപ്പുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതില്ലാതെ ഈ തക്കട തരിയുടെ പണിയൊന്നും കാണിച്ചിട്ട് കാര്യമില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഗൗതത്തിനോട് മറ്റൊരു കാര്യം ഞാൻ പറയാം. വളരെ ലളിതമായിട്ടൊന്ന് അന്വേഷിച്ച് ചോദിക്കോ. നമ്മുടെ എറണാകുളം ജില്ലയിലുള്ള ഒരു പ്രദേശമാണ് പെരുമ്പാവൂർ എന്ന് പറയുന്നത്. പെരുമ്പാവൂരിൽ ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഇപ്പോൾ ഞായറാഴ്ച, നാളെ ഞായറാഴ്ചയാണ്, ഗൗതം ചെന്ന് ഞായറാഴ്ച അവിടെ ബസ്സിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഗൗതത്തിന് ഹിന്ദി അറിയാതെ ഒരു പണി നടക്കില്ല. തൊട്ടടുത്തൊരു മലയാളീനെ പോലും കാണാൻ പറ്റില്ല. ടൗണിലേക്ക് പോലും ആളുകൾ വരില്ല. ഇവർക്കെല്ലാം യഥേഷ്ടം ഈ മയക്കുമരുന്ന് ലഭിക്കുന്നത് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ഈ കഴിഞ്ഞ തവണ കിറ്റക് സാബുവിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്ത് പ്രശ്നങ്ങളുണ്ടായപ്പോൾ പോലും ഒരു കാറ് കത്തിക്കാനും അതുപോലെ ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ പോലും അവർ മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്ന കാര്യമുണ്ട്. ഈ ആലുവ നഗരത്തിൽ ഒരു പെൺകുട്ടിയെ, ഒരു ചെറിയ പെൺകുട്ടിയെ, ഒരു അതിഥി തൊഴിലാളിയുടെ പെൺകുട്ടിയെ വേറൊരുത്തൻ വലിച്ചു കൊണ്ടുപോയി ഒരു ചെറിയ പെൺകുട്ടിയെ കൊലപ്പെടുത്തി പോലും നമുക്കറിയാം. അവർക്ക് മയക്കുമരുന്ന് കിട്ടിയിരുന്നു. എവിടെ നിന്നാണ് ഇവർക്ക് ഇതെല്ലാം കിട്ടുന്നതെന്നേ? ഇത് വ്യാപകമായി സപ്ലൈ ചെയ്യുന്ന കിങ് പിൻ ആരാണ്? നിങ്ങൾ അവരെ പിടിക്കാൻ നിങ്ങൾക്ക് ചങ്കൂറ്റമുണ്ടോ? അല്ലാതെ നിങ്ങൾ ഇപ്പം പെരുമ്പാവൂർ പോലും ഒരു പ്രോപ്പറായിട്ടുള്ള DYSP വെച്ചാൽ, ഒരു വളരെ സത്യസന്ധനായിട്ടുള്ള DYSP വെച്ചാൽ പണി തീരും. പക്ഷെ അതല്ല സംഭവിക്കുന്നത്. പകരം അവിടെ എല്ലാ മാസവും മാസപ്പടി മേടിക്കുകയും എല്ലാ ബാറിൽ നിന്നും എല്ലാ ആളുകളിൽ നിന്നും മാസപ്പടി മേടിക്കുകയും അത് കിട്ടുകയും ചെയ്യുന്ന വളരെ ലാഭകരമായിട്ടുള്ള ഒരു പോസ്റ്റാണത്. ആ പോസ്റ്റിലേക്ക് നിരവധി ആളുകൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ വെറും ഈ പറയുന്ന പോലെ കണ്ണിൽ പൊടിയിടാനുള്ള പരിപാടികൾക്കും അപ്പുറത്തേക്ക് ഇതിലെന്താണ് ആത്മാർത്ഥത? ഗൗതം പറഞ്ഞ പോലെ ഈ വയനാട് സ്വദേശിയെ കേരള പോലീസ് വിചാരിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് ഗൗതം വിചാരിക്കുന്നുണ്ടോ? കേരള പോലീസിലെ മിടുക്കരായിട്ടുള്ള 5 പോലീസ് ഉദ്യോഗസ്ഥരെ പിടിച്ചോന്ന് പറഞ്ഞാൽ
അവർ ഈ ഇന്ത്യയിൽ എവിടെ ഉണ്ടെങ്കിലും കടൽ കടന്നിട്ടില്ലെങ്കിൽ വിമാനം കയറിയിട്ടില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? നാളെ രാവിലെ പോയി പിടിച്ചിട്ട് വരും. മനസ്സിലായോ? നാളെ രാവിലെ പോയി അവരെന്ത് ചെയ്തിട്ട് വരും? പിടിച്ചിട്ട് വരും. 24 മണിക്കൂർ 36 മണിക്കൂർ സമയം കൊടുത്താൽ മാക്സിമം വന്ന 3 ദിവസം. ഇതിൽ നിന്ന് അങ്ങനെ ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? ഏതാ ചെയ്യാൻ പറ്റാത്ത എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇവർക്ക് പല കെട്ടുപാടുകളുണ്ട്. മനസ്സിലായോ? ഇത് ഇപ്പം ചെയ്യുന്ന ആളെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു ബിസിനസ് മാത്രമായിട്ട് ചെയ്യുന്ന ഒരാളായിരിക്കില്ല. വലിയ സമ്പന്നനായിട്ടുള്ള വലിയ സ്വാധീനമുള്ള ആളുകളായിരിക്കും. ആ ആളുകളാകുന്നത് കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ സിനിമയിലേക്ക് ഇത്രയും സംഭവങ്ങൾ ഒഴുകുന്നുണ്ടെങ്കിൽ ഇപ്പം ഇതൊക്കെ പോട്ടെ, എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആയിരുന്നല്ലോ ടിനീട്ടോ പറഞ്ഞൊരു വാചകം ഉണ്ടല്ലോ, എന്താണെന്ന് ഓർമ്മയുണ്ട? എൻ്റെ മകനെ ഞാൻ സിനിമയിലേക്ക് അയക്കില്ല, കാരണം സിനിമയിലേക്ക് അയച്ചാൽ മയക്കുമരുന്നിന് അടിമയായി പോകുമെന്ന് പറഞ്ഞു. എക്സൈസ് വിളിച്ച് അന്വേഷിക്കണ്ടേ? ഒരു നടൻ മയക്കുമരുന്ന് ഉപയോഗിച്ച് പല്ല് ദ്രവിച്ചു പോയി എന്ന് പുള്ളി പറഞ്ഞു. ഒരു നടൻ മയക്കുമരുന്ന് ഉപയോഗിച്ച് അഡിക്റ്റഡായി ഡി അഡിക്ഷൻ സെന്ററിലായി ഒരാൾ പല്ല് ദ്രവിച്ചു പോയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെ പറയുന്ന ആരാണ്? നിങ്ങൾ മയക്കുമരുന്നിനെതിരെയുള്ള ബ്രാൻഡ് അംബാസഡറായി വെച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അയാളെ വിളിച്ച് ചോദിക്കണ്ടേ, മയക്കുമരുന്നിനെതിരെയുള്ള ബ്രാൻഡ് അംബാസഡർ നമുക്കിതൊക്കെ ഒഴിവാക്കണം, നിങ്ങൾ അവരുടെ പേര് പറയുന്നു പറയണ്ടേ? സ്വന്തം മകനെ സിനിമയിലൊക്കെ അയക്കാത്തതിൻ്റെ കാര്യം ഇതാ പറയണം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇതൊക്കെ ഈ പറയുന്ന ഗൗതം പറഞ്ഞ പോലെ ഇപ്പോൾ കണ്ണിൽ പൊടിയിടാനുള്ള പരിപാടികളാണെങ്കിൽ അത് നടന്നോട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. അതിന് കുറച്ച് കയ്യടിയൊക്കെ കിട്ടും, കാരണം ചെറിയ ചെറിയ ആളുകളാണെങ്കിൽ പിടിക്കുമ്പോൾ കയ്യടി കിട്ടും. പക്ഷെ അതുകൊണ്ട് ഇതിൻ്റെ നെറ്റ് റിസൾട്ട് ഉണ്ടാവില്ല. നെറ്റ് റിസൾട്ട് ഉണ്ടാകാൻ പോണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ സ്ത്രീകളടക്കമുള്ള ആളുകളും കൂടി ഇനി അവരുടെ ഗ്രൂപ്പിലേക്ക് പൂർണ്ണമായിട്ടും ചേരും. കാരണം ഇനിയിപ്പോൾ അവർക്ക് ഈ പാർട്ട് ടൈം ജോലി പോലും ഇല്ല. അപ്പോൾ ഒന്നും പേടിക്കാനില്ല, പൂർണ്ണമായിട്ട് അവരുടെ കൂട്ടത്തിലേക്ക് ചേരും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ നാൾക്ക് നാൾ ഈ ശൃംഖല ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഭയാനകമായ രീതിയിൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ എനിക്ക് ഉറപ്പില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇപ്പം ചില സ്ഥലങ്ങളിൽ വിൽക്കുന്ന ബ്രൗണി, ചോക്ലേറ്റ്, ഇത്തരം കാര്യങ്ങളിലൊക്കെ പോലും ഇതുണ്ടെന്നുണ്ട്, നേരത്തെ കേട്ടിട്ടുണ്ട്. ആ കേട്ടതിന് എനിക്കൊരു ഉദാഹരണമുണ്ട്. ഒരു സിനിമയിൽ ഇത് കാണിക്കുന്നുണ്ട്. അതായത് ബ്രൗണി കഴിച്ചിട്ട് എന്ത് ചെയ്തു പോകുന്നത്, മറ്റേ നായകൻ ആകെ റിലേ കട്ടായി പോവുകയും ഭയങ്കരമായി പ്രകടനം നടത്തുകയൊക്കെ ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഇത് പിടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പിടിക്ക്. ഒരു 36 മണി പറഞ്ഞ് താങ്കളെ അഭിനന്ദിക്കുകയാണ്. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ധൈര്യസമേതം ഈ വിഷയത്തെക്കുറിച്ചിട്ട് ഞാൻ ആരും സംസാരിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. കാരണം അത്രയും ഡേഞ്ചറാണ് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുക എന്ന് പറയുന്നത് പോലും. അല്ല, ഇവിടെ ഞാൻ വേറൊരു കാര്യം ഗൗതത്തോട് പറയാം. ഈ കേരളത്തിലെ വലിയ നിരവധി ഗുണ്ടാ സംഘങ്ങൾ, അവരുടെ ആളുകൾ, ഇവരൊക്കെ തന്നെ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് അവരുടെ വരുമാന മാർഗമെന്ന് ചോദിച്ചാൽ, ആ വരുമാന മാർഗം ഒരു പകുതിയിലധികം ആളുകളുടെയും വരുമാന മാർഗം ഇതാണ്. അപ്പോൾ ആ വരുമാന മാർഗത്തെ കട്ട് ചെയ്യാൻ കൃത്യമായിട്ട് ഈ പറയുന്ന ഒരു സപ്ലൈ ചെയിൻ ഡിമാൻഡിൽ ആ സപ്ലൈ ചെയിൻ അങ്ങോട്ട് കട്ട് ചെയ്യാൻ ഈ തൂഫാൻ വഴി കൃത്യമായി നടപടിയെടുക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്നുള്ളതാണ് ആഭ്യന്തരമന്ത്രിയുടെ ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ ഇവിടെയുള്ള പോലീസുകാരെ വെച്ച് നമ്പർ പറഞ്ഞുകൊണ്ട്, എണ്ണം പറഞ്ഞുകൊണ്ട് കേസ് പിടിക്കാനാണെങ്കിൽ, എണ്ണം പറഞ്ഞുകൊണ്ട് കേസ് പിടിക്കുമ്പോൾ കേരളം പണ്ടും മുമ്പിലാണ്, ഇപ്പോഴും മുമ്പിലാണ്. പക്ഷേ ഗൗതത്തോടൊരു കണക്കൂടി പറയാം, ഗോവയിൽ പിടിക്കുന്ന ക്വാണ്ടിറ്റിയോ പഞ്ചാബിൽ പിടിക്കുന്ന ക്വാണ്ടിറ്റിയോ ഒരിക്കലും നമ്മളിവിടെ എന്ത് ചെയ്യാറില്ല, പിടിക്കാറില്ല. അപ്പോൾ പിടിക്കണമെങ്കിൽ നമ്മൾ വലിയ ക്വാണ്ടിറ്റികൾ, നേരത്തെ പറഞ്ഞ പോലെയുള്ള മെറ്റാഫെറ്റമിൻ്റെ പ്രോസസ്സിംഗ് യൂണിറ്റുകൾ ഉണ്ടെങ്കിൽ അതടക്കം പിടിക്കാനുള്ള ആർജവം കേരള പോലീസും ഗവൺമെൻറ്റും കാണിക്കുകയാണ് വേണ്ടത്. അല്ലാതെ മറ്റേ കുഴൽ ഊതി പെരുമ്പറ കൊട്ടി ആളെ കൂട്ടിയിട്ടോ ആളെ കാണിച്ചിട്ടോ ഒന്നും കാര്യമില്ല. എന്തായാലും അതിൽ വിജയിക്കുന്നുണ്ട്, അതിൽ സംശയമൊന്നുമില്ല. അത് ആ ഒരു ബ്രാൻഡ് ബിൽഡിങ് കൃത്യമായിട്ട് വിജയിക്കുന്നുണ്ട്, അതിൽ തെറ്റൊന്നുമില്ല, അതിൽ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ഇവ ചെറിയ ആളുകളെ പിടിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ പ്രധാനപ്പെട്ട വിഷയം, പിടിക്കുമ്പോൾ ഈ പറയുന്ന വലിയ ആളുകളിലേക്ക് കൂടി നിങ്ങൾ എന്തുകൊണ്ട് എത്തുന്നില്ല എന്നുള്ളത് കേരളീയ സമൂഹത്തിൽ ഓരോരുത്തരും ചോദിക്കേണ്ട കാര്യമാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ കേരവാനിലേക്കോ അല്ലെങ്കിൽ സിനിമാ സെറ്റുകളിലേക്കോ ഒരു റെയ്ഡ് പ്രതീക്ഷിക്കാൻ പറ്റുമോ? എനിക്കറിയില്ല ഗൗതം, അങ്ങനെ മുഹൂർത്തം നോക്കി നിൽക്കേണ്ട കാര്യം ഇത് എത്ര കാലമായി. ഇതിനിടയിൽ എനിക്ക് തോന്നുന്നു, ഞാൻ തെറ്റിയിട്ടാണ് പറയുന്നതെങ്കിൽ ക്ഷമിക്കുക, രമേശ് ചെന്നിത്തല പറയുകയുണ്ടായി, നമ്മളിത് ബോധവൽക്കരണം ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉപയോഗിക്കുന്നവരെ ഒരുപക്ഷെ അതിൽ നിന്ന് വിട്ടുപോയിക്കോട്ടെ, അതിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അത് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ മറ്റേ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിൻ്റെയൊക്കെ ഉപദേശം കൂടി സ്വീകരിക്കുന്നതല്ലായിരിക്കും. പുള്ളിയുടെ 18 ഉപദേശങ്ങളുണ്ട്, അത് കേട്ടായിരുന്നു ഗൗതം. പുള്ളി ജമാഅത്തെ ഇസ്ലാമിയുടെയൊക്കെ ഒരു നേതാവാണ്. പുള്ളി പറയുന്നത് ഇത് അവരുടെ സംഘടനയിലുള്ള ആളുകളോട് പുള്ളി ഉപദേശിക്കുന്നത്, ഇങ്ങനെ ഉപയോഗിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ആദ്യമേ തന്നെ നമ്മൾ അവരെ ചെന്ന് കാണണം, എന്നിട്ട് അവരോട് ഒരു കാരണവശാലും നമ്മൾ ദേഷ്യപ്പെടാതെ വളരെ സംയമനത്തോടെ അവരോട് പറയണം, ഇത് മതത്തിനെതിരാണ്, ഇത് ഇസ്ലാമിനെതിരാണ്, നിങ്ങളിത് ഉപയോഗിക്കുന്നു,
തെറ്റാണെന്ന് പറയണമെന്നാണ് പുള്ളി പറയണം. ഓക്കെ, അതൊക്കെ. ഇനി അടുത്തത്, ഇത് വിൽപ്പന നടത്തുന്നവരുണ്ടെങ്കിൽ അവരുടെ വീടുകളിൽ ചെന്നിട്ടും നിങ്ങൾ ഇതുപോലെ അവരോട് വളരെ ക്ഷമയോടുകൂടി സ്നേഹത്തോടുകൂടി സംസാരിക്കണം. എന്നിട്ട് അവരെ എന്ത് ചെയ്യണം, വിൽപ്പനയിൽ നിന്ന് മോചിപ്പിച്ച് നമ്മളുടെ ഒപ്പം കൂട്ടണമെന്നാണ് പുള്ളി പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പദ്ധതികളിലൂടെ ഇത് വിജയകരമായി നടപ്പിലാക്കാവുന്നതാണ്. കേട്ടിട്ട് എങ്ങനെയുണ്ട്? എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിനെയും നമ്മുടെ പ്രിയപ്പെട്ട അജിംസിനെയും സീദ് ആവീദിനെയും കൂടി കൂട്ടിയിട്ട്, ഇനി അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് പോകാൻ മടിയാണെങ്കിൽ, അദ്ദേഹത്തിന് പ്രായമുണ്ട്, അഫ്ഗാനിസ്ഥാനിലേക്ക് കൂടി പറഞ്ഞയച്ചാൽ നന്നായിരിക്കുമെന്നാണ്. കാരണം അവിടെ ലോകത്തിലേക്ക് 80% ഹെറോയിൻ കയറ്റുമതി ചെയ്യുന്ന താലിബാൻകാരോടുകൂടി ഈ ഉപദേശം കൊടുത്തിട്ടുണ്ടെങ്കിൽ രാജ്യം, നമ്മുടെ ലോകം കുറച്ചുകൂടി പുരോഗമിക്കും എന്നേ പറയാറുള്ളൂ. അതുകൊണ്ട് ഈ കഥയും കവിതയൊക്കെ നമുക്ക് കൊള്ളാം, പക്ഷേ ഇതിൻ്റെ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ചെയ്യേണ്ട പണി ഇതാണ്.